പെരിസ്കോപ്പ് എന്ന മിലിറ്ററി ഗ്രേഡ് സ്പൈവെയർ ഗവൺമെന്റ് വളരെ സീക്രട്ടായി വാങ്ങിയതായിരുന്നു. എന്നാൽ പതിയെ പതിയെ ആ സ്പൈവെയർ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കാൻ തുടങ്ങിയിരുന്നു. ഡിഫൻസ് മിനിസ്റ്ററായ JP സുന്ദറിന്റെ മകനായ ശക്തി സൊല്യൂഷൻസ് എന്നൊരു IT കമ്പനിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് ആ കമ്പനി വഴി ലാപ്ടോപ്പ് ഗവൺമെന്റ് വിതരണം ചെയ്തിരുന്നു. എന്നാൽ പെരിസ്കോപ്പ് എന്ന സ്പൈവെയർ അവർ ആ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അങ്ങനെ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും സംസാരിക്കുന്നതും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് ഓഫ് ആണെങ്കിൽ പോലും അതിലെ ക്യാമറ എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. അതുവഴി കുട്ടികളുടെ നഗ്ന വീഡിയോ വരെ എടുത്ത് ആളുകൾ ആ കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ആതിര എന്നൊരു പെൺകുട്ടിയുടെ പരാതി വരുന്നുണ്ട്. എന്നാൽ ആ കുട്ടി നഗ്ന വീഡിയോ ഏതോ വിദേശ കമ്പനിക്ക് പൈസയ്ക്ക് വിറ്റതാണെന്ന് പറഞ്ഞ് അവളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ സത്യമൊക്കെ സെൻട്രൽ മിനിസ്റ്ററായ നളിനിക്ക് മനസ്സിലാകുന്നുണ്ട്. നളിനി ഇതെല്ലാം ഡിഫൻസിലുള്ള ഡാനിയലിനോട് പറഞ്ഞിരുന്നു. നളിനിക്ക് ഇത് മനസ്സിലായെന്നറിഞ്ഞ JP ആകട്ടെ അവളുടെ ചായയിൽ ഒരു നെർവ് ഏജന്റ് ആഡ് ചെയ്ത് അവളെ കൊല്ലുന്നു. അടുത്തത് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ ഡാനിയൽ ഉടനെ തന്നെ രാജ്യം വിട്ട് UK പോകുന്നു. അവിടെ എത്തിയ ശേഷം അയാൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇതിനെപ്പറ്റി YouTube വീഡിയോസ് ഇടാൻ ആരംഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശക്തിയുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന മൈക്കിൾ എന്നൊരാൾ അവിടുത്തെ പ്രധാന തെളിവുകൾ അടങ്ങുന്ന ഒരു ഫയൽ ഡാനിയലിന് കൈമാറുന്നത്. മൈക്കിളിന്റെ കാമുകിയായിരുന്ന ജ്യോതി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് അതിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ശക്തിയാകട്ടെ അവൾ ബുക്ക് ചെയ്ത് വരുത്തിയ സ്പ്രേയിൽ നെർവ് ഏജന്റ് ആഡ് ചെയ്ത് അവളെ കൊല്ലുന്നു. ഇതിനിടയിൽ ഒരു YouTube ഇവന്റിന് ഡാനിയലിന് ഇൻവിറ്റേഷൻ വരുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്നും ശക്തി സൊല്യൂഷൻസിനെ കുറിച്ചുള്ള പ്രധാന തെളിവുകൾ മൈക്കിൾ തന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ അവൻ അവിടെ പറയുന്നു. തിരിച്ചു മടങ്ങാനിരിക്കുമ്പോൾ JPയുടെ ആളുകൾ ഡാനിയലിനെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും ഡാനിയൽ രക്ഷപ്പെട്ട ഡാനിയൽ ആകട്ടെ പഴയ സുഹൃത്തും ആർമി ഓഫീസറുമായിരുന്ന റഹീമിന്റെ സഹായത്തോടെ ഈ തെളിവുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നു. ഈ സ്പൈവെയർ JPയുടെ ഫോണിൽ തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. JPയുടെ കോൾ റെക്കോർഡിംഗ് ഒക്കെ അവർ യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആതിര എന്ന പെൺകുട്ടിയുടെ മൊഴിയും സെൻട്രൽ മിനിസ്റ്ററായ നളിനിയുടെയും ജ്യോതിയുടെയും മരണത്തിന് പിന്നിലെ നിഗൂഢതയും എല്ലാം തന്നെ അവർ ജനങ്ങളെ അറിയിക്കുന്നു. അങ്ങനെ JP ആത്മഹത്യ ചെയ്യുന്നു. ശക്തി ആകട്ടെ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല. അത് മനസ്സിലാക്കിയ ഡാനിയൽ ജ്യോതിയെ കൊല്ലാൻ ഉപയോഗിച്ച സ്പ്രേ അവനിലും ഉപയോഗിക്കുന്നു. രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയിൽ ആക്സിഡന്റിൽ ശക്തിയും മരിക്കുന്നു. പിന്നീട് ശക്തി സൊല്യൂഷൻസിൽ നിന്ന് കൊടുത്ത എല്ലാ ലാപ്ടോപ്പും ബാൻ ചെയ്യുകയും മറ്റൊരു കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് കൊടുക്കാനുള്ള അനുമതി കൊടുക്കുകയും ഡാനിയലിനെ തിരികെ ഡിഫൻസിലേക്ക് തന്നെ ജോലിക്ക് തിരിച്ചെടുക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.